നമ്മൾ മൊബൈലിൽ ലോക്ക് ചെയ്തിട്ട ആപ്ലിക്കേഷൻ ആരെങ്കിലും തുറന്ന് ഉപയോഗിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുത്ത് നമ്മളെ അറിയിച്ചു തരുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പരിചയപ്പെട്ടാലോ? സാധാരണ പല മൊബൈലിലും ആപ്പ് ലോക്ക് എന്നൊരു സിസ്റ്റം ഉണ്ട്. പക്ഷേ അതിനെക്കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകില്ല. കാരണം നമുക്കൊരു പിൻ നമ്പർ വെച്ചിട്ട് ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്യാമെന്നല്ലാതെ ഞാൻ ആദ്യം പറഞ്ഞ ഈ സംഭവങ്ങളൊന്നും നമുക്കിതിൽ ലഭ്യമല്ല. എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലൊന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പിൻ നമ്പർ വെച്ച് മാത്രമല്ല ഫിംഗർ പ്രിൻ്റ് വെച്ചിട്ടും നമുക്ക് ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്തിടാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ പ്രത്യേകത, നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തുറക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു അലാറം അടിച്ച് ഒരു സൈറൻ അടിച്ചിട്ട് നമ്മളെ അറിയിച്ചു തരുന്ന ഒരു സംവിധാനവും ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതൊരു ആപ്പ് ലോക്ക് ആണല്ലോ, അപ്പോൾ മറ്റുള്ളവർക്ക് ഇതൊരു ആപ്പ് ലോക്ക് ആണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിൽ ഈ ആപ്പ് ലോക്കിൻ്റെ ഐക്കൺ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ നിരവധി ഓപ്ഷൻസ് ഈ ഒരു ആപ്പ് ലോക്കിൻ്റെ അകത്തുണ്ട്. ഏതാണ് ആ ആപ്ലിക്കേഷൻ, എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റാണ് ഓപ്പൺ ആകുക. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആപ്പ് ലിങ്ക് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയത് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്താൽ മതി, ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ സെറ്റ് ചെയ്യാം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് കാണിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ് ഏതാണോ, വൈഫൈ അല്ലെങ്കിൽ മൊബൈൽ ഡാറ്റ, അത് നിങ്ങൾ ഓഫിലിടുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രീ വേർഷൻ ആയതുകൊണ്ട് ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പരസ്യങ്ങളില്ലാതെ ചെയ്തു തീർക്കാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പിൻ നമ്പർ ചോദിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 2 3 4 ആണ് ഇവിടെ എൻ്റർ ചെയ്യുന്നത്. അതിനുശേഷം ക്രിയേറ്റ് കൊടുക്കുക. അത് തന്നെ കൂടി നിങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ സേവ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ബയോമെട്രിക്കിൻ്റെ ഓപ്ഷൻ കാണിക്കും. നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഫിംഗർ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫിംഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതോടുകൂടി ഈ സംഭവം ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. ആപ്പ് ലോക്ക് ഈസ് റെഡി എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ ഓക്കെ കൊടുക്കുക. ഇവിടെ ഒരുപാട് ആപ്ലിക്കേഷൻ ലോക്ക്ഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അൺലോക്ക് എന്ന ഭാഗത്താണ് ഉള്ളത്. ലോക്ക്ഡ് എന്ന ഭാഗത്ത് ഇതാ ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻ ലോക്ക്ഡ് ആയിട്ടുണ്ട്. ഇനി അൺലോക്ക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഇതാ ഇവിടെ ലോക്കിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ലോക്ക് ചെയ്യാം. ഇതാ ലോക്ക് ആയിട്ടുണ്ട്. ഇനി ലോക്ക്ഡ് എന്ന ഭാഗത്ത് ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. അൺലോക്ക് ചെയ്യണമെങ്കിൽ ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അൺലോക്ക് ആകും. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട സെറ്റിംഗ്സിലേക്ക് കിടക്കാം. ഇവിടെ സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ തന്നെ സിസ്റ്റം സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചേഞ്ച് പാസ്കോഡ്, ചേഞ്ച് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എന്താണെന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ യൂസ് ബയോമെട്രിക്, അതൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കസ്റ്റമൈസേഷൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് അൺലോക്ക് ആനിമേഷൻ, അതുപോലെ തന്നെ അഡാപ്റ്റീവ് ഫിംഗർ പ്രിൻറ്റ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഓക്കെ, ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്മാർട്ട് ലോക്ക് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ടും ഇവിടെ ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം. ഇവിടെ അഡ്വാൻസ്ഡ് എന്ന പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ തന്നെ ഏറ്റവും മുകളിൽ സ്പൈ ക്യാമറ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഈ ഒരു ടോഗിൾ ഓഫിലായിരിക്കും ഉണ്ടാകുക. അതൊന്ന് ഓൺ ചെയ്തിട്ട് ഇവിടെ നേരത്തെ പറഞ്ഞ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കും. ഇവിടെ സ്കൂൾ ടീച്ചറുടെ പേരാണ് ചോദിക്കുന്നത്. ഇഷ്ടമുള്ള സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്കൂൾ നെയിം ആണ് കൊടുക്കുന്നത്. ഓക്കെ, ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആൻസർ കൊടുക്കാം. സിറ്റി ഹൈസ്കൂൾ എന്ന് കൊടുത്തിട്ട് സേവ് കൊടുക്കുകയാണ്. എന്നിട്ടും ഈ ഒരു ടോഗിൾ ഓഫിലായിരിക്കും ഉണ്ടാകുക. അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ സ്പൈ ഗാലറി എന്ന ഭാഗത്ത് ഏതെങ്കിലും സെൽഫി എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ബാക്ക് വരുമ്പോൾ ഇവിടെ ടാപ്പ് എനബിൾ എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ ഇവിടെ ഫേക്ക് ആപ്പ് ഐക്കൺ എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇഷ്ടമുള്ള ഐക്കൺ ഈ ടോഗിൾ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഐക്കൺ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നേരത്തെ പറഞ്ഞല്ലോ, അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. എന്നിട്ട് സേവ് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെയുള്ള ഓപ്ഷനും ഇതിലുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. ഇവിടെ അലർട്ട് ഇൻകറക്റ്റ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു സൈറൻ അടിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല. അത് എല്ലാ മൊബൈലും വർക്കാവുമെന്ന് അറിയില്ല. ഈ ടോഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സേവ് കൊടുത്താൽ മതി. ഓക്കെ, ചില മൊബൈലിൽ ഇത് സേവ് ആകുകയില്ല. സേവ് ആകുന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക് ആകുകയുള്ളൂ. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. ഇവിടെ അറ്റംപ്റ്റ് ലിമിറ്റ് എന്ന ഭാഗം നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ 5 റോങ് ആണുള്ളത്. ഞാനിപ്പോൾ 3 റോങ്ങിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ സേവ് കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഇവിടെ ഫേക്ക് ക്രാഷ് മെസ്സേജ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് ലോക്കായ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് തുറന്നു നോക്കാം. ഞാനിവിടെ ലോക്കായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നിന്നും ഞാൻ പ്ലേ സ്റ്റോറാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നത്. പ്ലേ സ്റ്റോർ ഇതാ ഇവിടെ തുറക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ ഫിംഗർ പ്രിൻറ്റ് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ റോങ് ആയിട്ടുള്ള ഫിംഗറാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ തുറക്കാൻ സാധിക്കുന്നില്ല.
ഓക്കെ, ഇനി പിൻ നമ്പർ ആണെങ്കിലും റോങ് ആയിട്ടുള്ളത് തന്നെ നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഇവിടെ തുറക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ റോങ് ആയിട്ട് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. അങ്ങനെ റോങ് ആയിട്ട് കൊടുക്കുമ്പോൾ ഇത് മൊത്തത്തിൽ ലോക്കാകും. പിന്നെ നമ്മൾ നേരത്തെ കൊടുത്ത ആ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ കൊടുത്താൽ മാത്രമാണ് നമുക്കിത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുക. ആ ആൻസർ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ഞാൻ നേരത്തെ കൊടുത്തത് സിറ്റി ഹൈസ്കൂൾ എന്നാണ്. ഓക്കെ, ഇവിടെ സിറ്റി ഹൈസ്കൂൾ എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ കണ്ടിന്യൂ കൊടുക്കുകയാണ്. ഓക്കെ, കണ്ടിന്യൂ കൊടുത്ത ഉടനെ തന്നെ ഇത് ഓപ്പൺ ആകുന്നുണ്ട്. ഇവിടെ ഒരു സെൽഫി വന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. പ്ലേ സ്റ്റോർ ആണ് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചത് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഏത് ഡേറ്റ് ഏത് ടൈം എല്ലാം കാണിക്കുന്നുണ്ട്. ഇവിടെ താഴെ കാണുന്ന വാച്ച് ടു ആഡ് എന്ന ഭാഗം നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. കണ്ടോ, ഇവിടെ കൃത്യമായിട്ട് സെൽഫി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് മൊബൈൽ ശരിക്കും മുഖത്തിന് നേരെ പിടിക്കാത്തത് കൊണ്ടാണ് എൻ്റെ ഫോട്ടോ ഇവിടെ കാണാത്തത്. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, ഇനി ആരെങ്കിലും അത്യാവശ്യമായിട്ട് നമ്മുടെ മൊബൈൽ ചോദിച്ചു വന്നു കഴിഞ്ഞാൽ ലോക്ക് തുറന്നിട്ടാണല്ലോ നമ്മൾ കൊടുക്കുക. പക്ഷെ നമ്മൾ ലോക്ക് ചെയ്ത ആപ്ലിക്കേഷൻ ഒരിക്കലും തന്നെ അവർക്ക് തുറന്ന് ഉപയോഗിക്കാനോ നോക്കാനോ സാധിക്കില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.